തിരുവിതാംകൂറിലെ മറ്റ് ക്ഷേത്രങ്ങൾ ശബരിമലയുടെ വരുമാനം കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ പ്രത്യേക അതോറിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ്. അതിന് ഒരു എളുപ്പവഴിയുള്ളത് ശബരിമലയുടെ വരുമാനത്തിലെ ഒരു നിശ്ചിത ശതമാനം മറ്റ് ക്ഷേത്രങ്ങൾ കൂടി കൊടുക്കാൻ ഒരു വ്യവസ്ഥ ആ കൂട്ടത്തിൽ ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ അതെന്തായാലും ഗൗരവമായി ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും അതിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു നേതൃത്വം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളതുകൊണ്ട് അത് നടക്കും എന്നുള്ള പ്രതീക്ഷയുമുണ്ട്. രണ്ടാമത്തെ കാര്യം, കേരളം മൊത്തത്തിൽ പത്തനംതിട്ട പ്രത്യേകിച്ച് ഒരു വൃദ്ധസദനമായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പോപ്പുലേഷൻ ഗ്രോത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് 2 അസംബ്ലി മണ്ഡലം കുറഞ്ഞ ഒരു ജില്ലയാണ്, നഷ്ടപ്പെട്ട ഒരു ജില്ലയാണ് പത്തനംതിട്ട. ഇതിൽ പ്രധാനമായിട്ടുള്ള 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ചെറുപ്പക്കാർ ഏതാനും വർഷമായിട്ട് +2 കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരൊന്ന് വിദേശത്ത് പോയി പഠിക്കാൻ തന്നെ വിദേശത്ത് പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ ജോലി ചെയ്ത് ജീവിക്കാമെന്ന്. പക്ഷെ അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നാണ് നമ്മുടെ പോയ ആളുകൾ പറയുന്നത്. കാനഡയിലും US-ലും UK-യിലും അടക്കം പോയവ കുട്ടികൾ, ജർമ്മനിയിലും ഒക്കെ പോയ കുട്ടികൾ എങ്ങനെയെങ്കിലും തിരിച്ചു വന്നാൽ മതി എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്രതീക്ഷയില്ല. ഇവിടെ തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും എന്നൊരു തോന്നൽ. ഇവിടെയുള്ള ആളുകളുടെ അവസ്ഥയാണെങ്കിലും പുതിയ യുവാക്കൾക്ക്, നമുക്കറിയാം, കൗമാരം കഴിഞ്ഞ് യൗവനത്തിലെത്തിയ യുവാക്കൾക്ക് വിവാഹിതരാകാൻ താല്പര്യമില്ല, വിവാഹം കഴിച്ച കുട്ടികളുണ്ടാകാൻ താല്പര്യമില്ല. പിന്നെ അല്ലാത്ത ആളുകൾക്കാണെങ്കിൽ നല്ല ജോലി കിട്ടാത്തതുകൊണ്ട് എന്തുകൊണ്ടോ അക്രമവും അതേപോലെ അരാജകത്വവും അരക്ഷിതത്വവും യുവാക്കളിലും കൗമാരക്കാരിലും വർദ്ധിച്ചിരിക്കുന്നു. സമൂഹത്തിൽ വർദ്ധിച്ച അക്രമം അതിന്റെ ഒരു പ്രതിഫലനമാണ്. അതുപോലെ ലഹരി മരുന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന്റെ അടിസ്ഥാനമായി എനിക്കൊക്കെ തോന്നുന്ന ഒരു പ്രശ്നം, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഏതാനും വർഷങ്ങൾക്കിടയിൽ അരാജകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും അരക്ഷിതത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായി. ഇപ്പം ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ പുതിയ ചെറുപ്പക്കാരെ എടുക്കണം. അതിന് ആദ്യം ഒരു ലേഖനം എഴുതി അയക്കണം, പിന്നെ ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞാണ് ജോലിക്ക് വരുന്നത്. നമുക്ക് ബോധ്യമാകുന്ന ഒരു സംഗതി, അക്ഷരം കൂട്ടി എഴുതാൻ അറിയാത്ത ചെറുപ്പക്കാരാണ് ഇപ്പൊ കേരളത്തിലെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പുറത്തു വരുന്നത്. ഒരു കേട്ടെഴുത്ത് 10 വാക്കിട്ടാൽ 5 വാക്ക് തെറ്റിക്കുന്ന അവസ്ഥയിലാണ് ഈ പറയുന്ന നമ്മുടെ ജോലിക്ക് വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് വരുന്ന അഭ്യസ്ത വിദ്യരെന്ന് പറയുന്നത്. ഇതിന് കാരണം അക്ഷരമല്ല പഠിക്കേണ്ടത് എന്നാണ് കുറെ കാലമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ വിദഗ്ധന്മാർ പറഞ്ഞതും ഗവൺമെന്റ് നടപ്പിലാക്കിയത്. അപ്പൊ അക്ഷരമാല തിരിച്ചു വന്നിട്ട് 2 വർഷമായി. അപ്പം അക്ഷരമറിയാത്ത, ആശയമറിയാത്ത, നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ വേരുകളുടെ, പാരമ്പര്യത്തിന്റെ ഒന്നും ഘടകങ്ങൾ അറിയാത്ത ഒരു യുവജനത അരാജകത്വവും അരക്ഷിതത്വവും പേറിക്കൊണ്ട് ജീവിക്കുന്നു. ശബരിമല അവിശ്വാസികളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നിരന്തരമായ റിപ്പോർട്ടുകൾ. ഇന്ന് രാവിലെ വന്നിരിക്കുന്ന വാർത്ത പോലും ഭയങ്കര ഷോക്കിംഗ് ആണ്. കാരണം പടിപൂജ വേറെ പേരിൽ ബുക്ക് ചെയ്തിട്ട് മറച്ചു വയ്ക്കുന്നു എന്നാണ്. അപ്പം എത്ര വലിയ കൊള്ളയാണ് അവിടെ നടക്കുന്നത് എന്നതാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടന്ന കണക്കുകളിൽ ചേരാത്ത വിഷയം, സ്വർണ്ണക്കൊള്ളയുടെ വിഷയം, ദ്വാരപാലക ശില്പം മാറ്റിയത് ഉൾപ്പെടെയുള്ള നിരന്തരമായ വിഷയങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല വിശ്വാസികളായ ആളെ വെച്ചുകൊണ്ടുള്ള ഒരു അതോറിറ്റി എന്നുള്ളൊരു നിർദ്ദേശമാണ്. ഗൗരവതരമായിട്ട് അതിൻ്റെ നിയമപരമായ കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. രാജഭരണം മാറി വന്നപ്പോൾ ഒരു ട്രൈപാർട്ടി കവനൻ്റ് ഉണ്ട്. ആ ട്രൈപാർട്ടി കവനൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ദേവസ്വം ബോർഡുകൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ നിർദ്ദേശം വളരെ വിലപ്പെട്ടൊരു നിർദ്ദേശമാണ്. കാരണം ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും നടക്കില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ളൊരു ട്രാൻസ്പെറൻസി വേണ്ട വിഷയമാണ്, ഗൗരവത്തോടു കൂടി. അപ്പം അതിൻ്റെ നിയമപരമായ വശങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചിട്ട്, ട്രൈപാർട്ടി കവനൻ്റ് ഒരു വലിയ വിഷയമാണ്. അതായത് രാജഭരണവും ഗവൺമെൻറ്റും ബ്രിട്ടീഷുകാരും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രൈപാർട്ടി കവനൻ്റാണ്. അപ്പോൾ അതൊന്ന് നോക്കണം. നോക്കിക്കഴിഞ്ഞിട്ട് ബാക്കി ദേവസ്വം ബോർഡിൻ്റെ 1200-ലധികം ക്ഷേത്രങ്ങൾക്ക് ഇവിടെ നിന്ന് ആകെ 30 ക്ഷേത്രമുള്ളൂ വരുമാനമുള്ളത്. ബാക്കിയുള്ള 1200-ലധികം ക്ഷേത്രങ്ങളിലെ ചെലവ്, നിത്യനിദാന ചെലവും ദേവസ്വം ബോർഡിൻ്റെ ചെലവൊക്കെ നടക്കുന്നത് ശബരിമലയിൽ നിന്നും ഈ 30 ക്ഷേത്രത്തിൽ നിന്നുമാണ്. അപ്പം അത് തീർച്ചയായിട്ടും അത് പരിശോധിക്കാം. പിന്നെ ഉള്ളത് വളരെ ഗൗരവതരമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം, ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡ്രെയിനുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളൊരു ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി വിദ്യാഭ്യാസ വിചക്ഷണന്മാരായ ആളുകളെ നാട്ടിൽ നിന്ന് അകത്തു നിന്നും പുറത്തു നിന്നുള്ളവർ ചർച്ച ചെയ്ത് ഗൗരവതരമായൊരു ഡോക്യുമെൻ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ അകത്തൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ അവർ പോകുന്ന യൂണിവേഴ്സിറ്റികളിലെ പ്രോഗ്രാമുകൾ നമുക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ആ പ്രോഗ്രാമുകൾ പിന്നെ ഈ തൊഴിലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്.
ലോകത്ത്. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ മാറിയതാണ്. ഇപ്പം 3-4 വർഷം കഴിയുമ്പോൾ ചില തൊഴിലുകൾ ഇല്ലാതാവുകയും ചില തൊഴിലുകൾ തുടങ്ങുകയും ചെയ്യാം. അപ്പോൾ ഒരു ജോബ് വാച്ച് ടവർ നമ്മൾ രൂപീകരിച്ചിട്ട് ഒരു ടീം ആയിട്ടുള്ള ആളുകൾ, വിദേശത്തുള്ളവരും ആകാം കേരളത്തിലുള്ളവരാകാം, അത് നോക്കിയിട്ട് തൊഴിലിൻ്റെ സ്വഭാവം മാറുന്ന അനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകൾ, പ്രോഗ്രാമുകൾ നമുക്ക് ആരംഭിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ കുട്ടികൾ പോകാതിരിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ കോഴ്സുകൾ പാസ്സായി പുറത്തു വരുമ്പോൾ അവർക്കൊരു അനിശ്ചിതത്വം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മളൊരു ഈ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മളൊരു തൊഴിൽ സംരംഭ പദ്ധതി അവതരിപ്പിക്കുന്നുണ്ട്. അതായത് പാസ്സായി വരുന്ന കുട്ടികൾക്ക് ഒന്നുകിൽ തൊഴിൽ കിട്ടണം, അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം വേണം. സംരംഭം തുടങ്ങാനുള്ള 3 സഹായങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ, അതിൽ മാനേജ്മെൻറ്റ് മെൻറ്ററിനെ കൊടുക്കും, വേണമെങ്കിൽ ടെക്നോ മെൻറ്ററിനെ കൊടുക്കും. 3, ഒരു റിവോൾവിംഗ് ഫണ്ട് കൊടുക്കും. അപ്പോൾ അതിനുള്ളൊരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് അനൗൺസ് ചെയ്യും.